ഉപബോധ മനസ്സിന്റെ സമസ്യകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു ഓൺലൈൻ കോഴ്സ് പോലെ ഞങ്ങളുടെ ചാനലിൽ മനസ്സിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചാനലിൽ പുതുതായി വരുന്നവർ ആ പ്ലേലിസ്റ്റിലെ ആദ്യ വീഡിയോ മുതൽ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ സെൽഫ് പ്രോഗ്രാം ചെയ്യാമെന്നായിരുന്നു നാം പഠിച്ചത്. ഇനി ഈ വീഡിയോയിൽ റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ജീവിത വിജയത്തിന്റെ പ്രോഗ്രാമിംഗുമായിട്ടല്ല എല്ലാവരും ജനിക്കുന്നത്. എല്ലാവരുടെയും മാതാപിതാക്കൾ, അധ്യാപകർ, കുടുംബ പശ്ചാത്തലം, സാമ്പത്തിക സ്ഥിതി, ജീവിത സാഹചര്യം, തുടർന്ന് പലതരം സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രോഗ്രാമുകൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. ഇവരെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ആ ജീവിതത്തിൽ വിജയത്തിന്റെ പ്രോഗ്രാം ഇല്ലെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം നിലവിലുള്ള ബ്ലൂ പ്രിന്റ് മാറ്റി വരയ്ക്കാൻ നാം സന്നദ്ധരാകണം. പലതരത്തിലും നമുക്ക് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാം. നിലവിൽ മനസ്സിൽ കയറിക്കൂടിയ ബ്ലൂ പ്രിന്റുകൾ മാറ്റുകയോ നവീകരിക്കുകയോ ചെയ്ത് അവിടെ വിജയത്തിന്റെ പുതിയ ബ്ലൂ പ്രിന്റുകൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് റീപ്രോഗ്രാമിംഗ്. പ്രധാനമായും റീപ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്നത് ഏകദേശം 26ഓളം രീതികളാണ്. അതിൽ ആദ്യത്തേത് ഓട്ടോ സജഷൻ ആണ്. ഓട്ടോ സജഷനെ പറ്റി നാം മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു പുതിയ വിശ്വാസം നാം തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക എന്നതാണ് ഓട്ടോ സജഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും നാം തന്നെ നൽകേണ്ട നിർദ്ദേശങ്ങളാണ് ഓട്ടോ സജഷൻ പ്രക്രിയയിലുള്ളത്. ഉറച്ച വിശ്വാസത്തോടുകൂടെ നാം ഓട്ടോ സജഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മുടെ ഉപബോധ മനസ്സ് വളരെ വേഗത്തിൽ സ്വീകരിക്കും. ഭാവിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് പ്രാവശ്യം പോസിറ്റീവ് വികാരങ്ങളോടും വിശ്വാസത്തോടും കൂടെ അവ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അടുത്ത രീതി ദൃശ്യവൽക്കരണമാണ്, അഥവാ വിഷ്വലൈസേഷൻ. ഉപബോധ മനസ്സിന്റെ പ്രധാന ഭക്ഷണം ദൃശ്യങ്ങളാണെന്ന് നാം മുമ്പ് സംസാരിച്ചിരുന്നു. ഏറ്റവും ഫലപ്രദമായതും മിക്കവർക്കും പ്രിയപ്പെട്ട രീതിയുമാണ് ദൃശ്യവൽക്കരണം. ചുരുക്കി പറഞ്ഞാൽ ദിവാസ്വപ്നം കാണുന്നത് പോലെയാണിത്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അവയൊക്കെ മനസ്സിൽ സ്വയം സൃഷ്ടിച്ച് ഒരു ദിവാസ്വപ്നം പോലെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാ വിശദാംശങ്ങളോട് കൂടെ ദൃശ്യവൽക്കരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സിൽ ആ ആഗ്രഹം തറച്ചു കയറുകയുള്ളൂ. അടുത്തത് സബ്ലിമിനൽ പ്രോഗ്രാമിംഗ്. ഏതെങ്കിലും ശബ്ദ തരംഗങ്ങളെ ഉപബോധ മനസ്സിന് മാത്രം മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ഉൾക്കൊള്ളിച്ച് സന്ദേശമാക്കി കൊടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപബോധ മനസ്സിന് ആ കാര്യം വളരെ നന്നായി മനസ്സിലാവുകയും അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിൽ പോലും മാറ്റം വരികയും ചെയ്യും. നാലാമത്തേത് പാരാലിമിനൽ പ്രോഗ്രാമിംഗ്. നമ്മുടെ ബോധമനസ്സിന് അതീതമായി ചില സന്ദേശങ്ങൾ നൽകുന്ന രീതിയാണിത്. വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും വ്യത്യസ്തമായ സന്ദേശങ്ങൾ നാം നൽകുകയാണെങ്കിൽ വൈകാരികമായ പല തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഈ സന്ദേശങ്ങൾ തറച്ചു കയറും എന്ന് പറയപ്പെടുന്നു. ഏതോ ഒരു വീഡിയോയിൽ NLPയെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി കമന്റ് കണ്ടിരുന്നു. സത്യത്തിൽ റീപ്രോഗ്രാമിംഗിന്റെ ഒരു രീതിയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന NLP. ഈ രീതിയിൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആശയ സംവേദന രീതിയെ ഒരു ഭാഷ എന്നോണം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നു എന്നതാണ്. പ്രധാനമായും കേൾക്കലോ കാണലോ ശാരീരിക സംവേദനങ്ങളോ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നാം ഊന്നൽ നൽകുന്നത്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആശയവിനിമയത്തിന്റെയും നമ്മുടെ ചിന്തയുടെയും ഘടനയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പെരുമാറ്റത്തിലും നമുക്ക് മാറ്റമുണ്ടാക്കാം. പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാവാൻ നമുക്ക് അറിവുകൾ വല്ലാതെ സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ അറിവാണ് മിക്കപ്പോഴും നമ്മെ ഓരോ കാര്യവും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന പ്രേരണകളാണ് പെരുമാറ്റത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ പുതിയ അറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് പെരുമാറ്റത്തിലും ഗണ്യമായ വ്യത്യാസം ഉണ്ടാകുന്നു. അടുത്തത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം. വളരെ മികച്ചൊരു റീപ്രോഗ്രാമിംഗ് മാർഗമാണ് ധ്യാനം. ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ധാരാളം ധ്യാനമുറകളുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കണം. വിശദമായി പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ധ്യാനം എന്നതിനാൽ നാം അതൊരു പുതിയ വീഡിയോയായി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇനി വരുന്നത് മൈൻഡ് പവർ മെഡിറ്റേഷൻ അഥവാ മനഃശക്തി ധ്യാനം. ഇത്തരം ധ്യാനം മതവുമായി ബന്ധപ്പെട്ട ധ്യാന മാർഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇതിലൂടെ നാം മനസ്സിനെ ശക്തമാക്കുക, വികാരങ്ങൾ നിയന്ത്രിക്കുക, സദ്വിചാരങ്ങൾ വളർത്തുക, ദുർവിചാരങ്ങളെ ഒഴിവാക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, നമ്മുടെ ചിന്തകളെ ഏകോപിപ്പിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നിവ സാധ്യമാക്കുന്നു. ഇതൊരു ശാസ്ത്രീയമായ രീതിയാണ്.
അഫർമേഷൻസ്, ഓട്ടോ സജഷൻസ്, പിന്നെ ക്രിയാത്മകമായ ദൃശ്യവൽക്കരണം എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളെ ശുഭകരമാക്കാവുന്നതാണ്. സദ്വിചാരങ്ങളും ലക്ഷ്യവും ഉള്ളിൽ ഉറപ്പിക്കുവാൻ വേണ്ടി നാം നൽകുന്ന ആത്മകൽപ്പനകളാണ് അഫർമേഷൻസ്. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ സ്വയം കൽപ്പന. ഇങ്ങനെ നമ്മുടെ ചിന്തകളെ ശുഭകരമാക്കുന്നത് വഴി ഉപബോധ മനസ്സിനെ നമുക്ക് നവീകരിക്കാൻ സാധിക്കും, റീപ്രോഗ്രാമിംഗ് സാധിക്കും എന്നർത്ഥം. നിങ്ങൾക്കറിയാമോ, ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തെ മൊത്തമായി വലയം ചെയ്ത ചിന്തയുടെ കമ്പനങ്ങൾ ഉണ്ട് എന്ന്. ഇങ്ങനെ പുതുതായി രൂപപ്പെടുന്ന ആശയങ്ങൾ കോശങ്ങളുടെ അടിസ്ഥാന ബോധതലത്തിലേക്ക് അഥവാ സെല്ലുലാർ അവയർനെസ് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ നമ്മുടെ ആ കമ്പനങ്ങളുമായി സമന്വയിപ്പിക്കുന്നു. ഇതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തെ ഒന്നാകെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് സെൽഫ് ഹിപ്നോസിസ്. ബോധമനസ്സിനെ വേഗത്തിൽ മറികടന്നുകൊണ്ട് ഉപബോധ മനസ്സിൽ നേരിട്ട് ആശയങ്ങൾ കൊടുക്കുന്ന രീതിയാണ് സെൽഫ് ഹിപ്നോസിസ്. സെൽഫ് ഹിപ്നോസിസ് ആർക്കും തനിയെ ചെയ്യാവുന്നതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദഗ്ധരുടെ സഹായത്തോടെ തിരഞ്ഞെടുത്ത കീവേഡുകളും ആവർത്തനങ്ങളും വഴിയാണ് ഉപബോധ മനസ്സിൽ പ്രോഗ്രാമുകൾ സ്ഥാപിക്കപ്പെടുന്നത് എന്നാണ്. ഇനി വരുന്നത് ക്ലിനിക്കൽ ഹിപ്നോസിസ്. ഈ രീതിയിൽ നാം ഒരു വിദഗ്ധന്റെ സഹായത്തോടു കൂടെയാണ് ഉപബോധ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. വാസ്തവത്തിൽ ഹിപ്നോട്ടിസം എന്നത് വിനോദത്തിനു പുറമെ ഒരു ചികിത്സാ മുറയാണ്. ക്ലിനിക്കൽ ഹിപ്നോസിസ് പഠിച്ച വിദഗ്ധർക്ക് മാത്രമേ ഇത് ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ നമുക്ക് പല വൈകല്യങ്ങളെയും റീപ്രോഗ്രാമിങ്ങിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മനസ്സിന്റെ ഘടനയിൽ പോലും സാരമായ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് സെഡോണ മെത്തേഡ്. ഒരാൾക്ക് ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസങ്ങളും സ്വഭാവശീലങ്ങളും മാറ്റിയെടുത്ത് ജീവിത വിജയത്തിന് ആവശ്യമായ പുതിയ വിശ്വാസങ്ങളും ശീലങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ സെഡോണ റീപ്രോഗ്രാമിംഗ് രീതിക്ക് കഴിവുണ്ട്. സാധാരണയായി പ്രതികൂല വികാരങ്ങളും സാഹചര്യങ്ങളും മാനസികമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സമയത്താണ് ഈ രീതി ചെയ്യാറുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾക്കും വികാരങ്ങൾക്കും നമ്മുടെ മനസ്സിൽ യാതൊരിടവും നൽകാതെ നമ്മുടെ ആന്തരികമായ നിയന്ത്രണം പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെ ഉന്നത വിജയവും സന്തോഷവും കൊണ്ടുവരുന്നതിന് ഈ രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ന്യൂറോ അസോസിയേറ്റീവ് കണ്ടീഷനിങ്. ഈ റീപ്രോഗ്രാമിംഗ് രീതി വ്യക്തിജീവിതം കാര്യക്ഷമമാക്കാനും നമ്മുടെ വേദന ഒഴിവാക്കാനും സുഖങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള മനുഷ്യന്റെ അടിസ്ഥാനമായ സ്വഭാവത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ട്രാൻസ് ഇൻഡക്ഷൻ, ന്യൂറോ അസോസിയേഷൻ മുതലായ രീതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വരുന്നത് ആശയങ്ങളെ വിതയ്ക്കുന്ന രീതിയാണ്. ഐഡിയ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയും. ആരെങ്കിലും സിനിമാ നടനോ നടിയോ ആകണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രശസ്തരായ സിനിമാ നടന്മാരുടെയോ നടിമാരുടെയോ ജീവിത ചരിത്രങ്ങളോ അല്ലെങ്കിൽ ആത്മകഥകളോ വായിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളെയും പറ്റി മനസ്സിലാക്കി അവരുടെ തീരുമാന രീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം വിജയിച്ചവരുടെ ആശയങ്ങൾ തുടർച്ചയായി ഇട്ടുകൊണ്ടിരിക്കുന്ന രീതിയാണ് ആശയങ്ങളെ വിതയ്ക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇത് വളരെ ഫലപ്രദമായ ഒരു രീതിയാണ്. ജീവിത വിജയം കൈവരിച്ചവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ തിരഞ്ഞെടുത്ത തീരുമാന രീതികൾ മനസ്സിലാക്കിയാൽ അത്തരം പ്രതിസന്ധികൾ നമുക്ക് വന്നാൽ നമുക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വരുന്നത് റോൾ മോഡലിംഗ്. ഈ റീപ്രോഗ്രാമിംഗ് രീതിക്ക് നമ്മുടെ ഉള്ളിലെ പരാജയപ്പെടുത്തുന്ന ശക്തികളെ റീപ്രോഗ്രാം ചെയ്യാനുള്ള കഴിവുണ്ട്. പൂർണ്ണമായ അനുകരണത്തിലൂടെയാണ് നാം ഇത് നേടിയെടുക്കുന്നത്. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിജയിക്കേണ്ടത് ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയെ കണ്ടെത്തേണ്ടതുണ്ട്. ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഏത് തലത്തിലായാലും ആ വ്യക്തി പൂർണ്ണമായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തമ മാതൃകയാക്കാവുന്ന ഒരാളാണ് എന്ന് ഉറപ്പുവരുത്തണം. അയാളുടെ ശീലങ്ങളെക്കുറിച്ചും അയാളുടെ തുടക്ക കാലഘട്ടത്തെക്കുറിച്ചും കിട്ടാവുന്ന എല്ലാ വിശദാംശങ്ങളും ശേഖരിക്കുക. ഇത് പൂർണ്ണമായി അനുകരിച്ചു തുടങ്ങുക. അടുത്ത രീതി ആത്മകൽപ്പനകൾ അഥവാ നാം നേരത്തെ പറഞ്ഞ പോലെ അഫർമേഷൻസ്. നമ്മുടെ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നാം ആവർത്തിച്ചാവർത്തിച്ച് സ്വയം മനസ്സിനോട് പറയുകയാണെങ്കിൽ ആ കാര്യം നമ്മുടെ മനസ്സിൽ പതിയുകയാണ് ചെയ്യുന്നത്. ഇതിന് ധാരാളം വഴികളുണ്ട്. അതൊക്കെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഡോക്ടർ പി വിജയന്റെ മനസ്സു മാറ്റാം വിജയം നേടാം എന്ന പുസ്തകത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ആത്മകൽപ്പനകളുടെ 237ഓളം മാതൃകകൾ നൽകിയിട്ടുണ്ട്. ഏതായാലും അഫർമേഷൻസിനെ കുറിച്ച് നാം പിന്നീടൊരു വീഡിയോയുമായി വരുന്നതാണ്. അടുത്തത് ഭജനഗീതം. മന്ത്രോച്ചാരണം നടത്തുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം ആലപിക്കുന്നത് പോലെയോ ഒരു പാട്ട് പാടുന്നത് പോലെയോ മറ്റോ ആവശ്യമുള്ള കാര്യം എന്താണോ ആ കാര്യത്തെ നാം തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ കാര്യം പതിഞ്ഞിറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ രീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയെ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാനും അത് തീവ്രമാക്കാനും പ്രയോഗത്തിലാക്കാനും നമുക്ക് സാധിക്കുമെന്നതാണ്. അടുത്ത രീതി മുദ്രാവാക്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ വളരെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനും ആവേശം കൊള്ളിക്കാനും ഒക്കെ മുദ്രാവാക്യങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാനൊരു കോടീശ്വരനാണ് എന്ന ദൗത്യവാചകം തുടരെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളുടെ മനസ്സിൽ അത് ക്രമേണ ആഴങ്ങളിലേക്ക് പോയി ശക്തിപ്പെടുത്തുന്നതാണ്. അടുത്ത രീതി ശാരീരിക നിർദ്ദേശമാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിർദ്ദേശം തിരഞ്ഞെടുത്ത് അത് കൊടുക്കുന്നതോടൊപ്പം അതൊരു ശാരീരിക പ്രവൃത്തിയാക്കുകയും ചെയ്യുക. വികാരങ്ങളാൽ നയിക്കപ്പെടുന്നവർക്ക് ഈ രീതി വളരെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ പുഷപ്പ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ പുഷപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ വിജയത്തിന്റെ വളരെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പുഷപ്പ് തന്നെ എടുക്കണമെന്നില്ല, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ശാരീരിക പ്രവൃത്തി തിരഞ്ഞെടുക്കാം. ഒരു ഉദാഹരണത്തിന് പുഷപ്പിനെ പറ്റി പറഞ്ഞെന്ന് മാത്രം. ഇനി വരുന്നത് കാർഡുകൾ വഴി നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയാണ്. ഇതൊരു ട്രഡീഷണൽ രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള ഈ രീതിക്ക് ഒരു ഡിജിറ്റൽ മുഖം നമുക്ക് ഈ കാലത്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കാർഡുകളാക്കി നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ ലഘു സന്ദേശങ്ങളാക്കി എഴുതി കൂടെ ആ കാർഡിൽ നോക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മനസ്സിനെ പുനഃക്രമീകരിക്കുന്നു. ഇങ്ങനെ പതിവായി ചെയ്യുന്നത് നല്ല ആശയങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ച് ആ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ അത് സഹായിക്കുന്നതാണ്. ഈ കാലത്ത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ലോക്ക് സ്ക്രീനിലോ വാൾപേപ്പറിലോ മറ്റോ ഇത്തരം നമ്മുടെ ആവശ്യമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ആവർത്തിച്ച് നമുക്ക് ആ കാര്യത്തെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അത് ഇറങ്ങി ചെല്ലും. അടുത്ത രീതിയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. സ്മാർട്ട് ഫോണും മറ്റും ഉപയോഗിച്ചിട്ടുള്ള രീതിയാണിത്. ആധുനിക ആശയവിനിമയ ഉപകരണമായ സ്മാർട്ട് ഫോണും മറ്റും റീപ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കാം. പോസിറ്റീവ് സന്ദേശങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ സേവ് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ഒരു അവയവം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അടുത്തത് തസ്ബീഹ് മാല, കൊന്ത, രുദ്രാക്ഷമാല തുടങ്ങിയവയാണ്. വിശ്വാസികൾ കൊന്ത, ജപമാല, രുദ്രാക്ഷമാല മുതലായവ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിന്റെ റീപ്രോഗ്രാമിങ്ങിന് ഈ രീതികളും വളരെ ഫലപ്രദമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ സന്ദേശവും ജപിച്ചുകൊണ്ട് മാലയിലെ മണികൾ ഓരോന്നായി നീക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ രീതി. അപ്പോഴെല്ലാം മനസ്സിന്റെ അഗാധതയിലേക്ക് ആ സന്ദേശം ഇറങ്ങി ചെല്ലും. ഇനി വരുന്നത് വിഷൻ ബോർഡ്. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഇമേജുകളാക്കി തയ്യാറാക്കിയ ബോർഡിൽ കൂടെ നോക്കുകയും ആ ദൃശ്യങ്ങൾ ഓർത്തുകൊണ്ട് ധ്യാനിക്കുകയും ചെയ്യുന്നത് വളരെ കാര്യക്ഷമമായ ഒരു റീപ്രോഗ്രാമിംഗ് രീതിയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ ധാരാളം ഇമ്പോസിഷനുകളെല്ലാം എഴുതിയിട്ടുണ്ടാവും. ഉപബോധ മനസ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ തുടർച്ചയായി പല ആവർത്തി എഴുതുന്നത് ഇഡിയോ മോട്ടോർ സിസ്റ്റത്തിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലും. എഴുതുന്നതിനാൽ അത് മനസ്സിൽ ദൃഢമാകുന്നു. ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ഇനി വരുന്നത് പ്രാർത്ഥനയാണ്. സെൽഫ് പ്രോഗ്രാമിംഗിന്റെ ഒരു കാറ്റലിസ്റ്റായി നാം പ്രാർത്ഥനയെ എണ്ണി പറഞ്ഞിരുന്നു. ഒരേ കാര്യത്തിൽ തന്നെ ഊന്നിയുള്ള തുടരെയുള്ള മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന വേണം. ഇതുവരെ നേടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിയായ നന്ദിയും പ്രാർത്ഥിക്കുന്ന കാര്യം നേടുമെന്ന പൂർണ്ണ വിശ്വാസവും മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. പ്രാർത്ഥനയിലൂടെ ജീവിത വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ ഓർമ്മിക്കാം. അടുത്ത രീതി ടൈം ലൈൻ തെറാപ്പിയാണ്. ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള വ്യക്തികളെ ട്രാൻസ് ഇൻഡക്ഷന് ശേഷം കഴിഞ്ഞ കാല ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും ഭാവി ജീവിതവും ഒക്കെ ഒരു നേർരേഖയിൽ മനസ്സിൽ കാണുകയും കഴിഞ്ഞ കാലത്തെ വിശ്വാസങ്ങളും തടസ്സങ്ങളും വേദനിപ്പിക്കുന്ന ഓർമ്മകളും മനസ്സിൽ വൈകാരികമായി വിച്ഛേദിക്കുകയും ഭാവി ജീവിതം സുഖകരമാക്കാൻ ഉപബോധ മനസ്സിൽ തയ്യാറാക്കുകയും ചെയ്യുന്ന രീതിയാണിത്. അടുത്ത രീതി മൊണാർക്ക് മൈൻഡ് കൺട്രോൾ രീതിയാണ്. വളരെ ക്രൂരവും പൈശാചികവുമായ രീതികളിലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഈ രീതി ഉപയോഗപ്പെടുത്തിയിരുന്നത്. മനുഷ്യ മനസ്സിൽ ശക്തമായ അടിമത്തത്തിന്റെയും ഭയത്തിന്റെയും വിത്തുകൾ പാകി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണിത്. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ KGF എന്ന സിനിമയിൽ ഈ രീതി ഉപയോഗിച്ച് ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ജർമ്മനിയിലെ നാസി ലബോറട്ടറികളിലും CIA പ്രൊജക്ട് MK അൾട്രയിൽ വരെ ഈ രീതി ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളം ഭീകരപ്രവർത്തകരും മാഫിയകളും മറ്റും ഈ രീതി ഉപയോഗിച്ചു വന്നിട്ടുണ്ട്. ചില TV പ്രോഗ്രാമുകളിലും ചില പരസ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ?
ആസൂത്രിതമായി മനസ്സിനെ കീഴ്പ്പെടുത്തി ഒരേ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള താല്പര്യപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് ഇത്. ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായതിനാൽ പണ്ഡിത സമൂഹം ഈ രീതിയെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഡിസ്അസോസിയേഷൻ ടെക്നിക് അഥവാ ടെക്നിക് ഓഫ് ഡിസ്അസോസിയേഷൻ. ഭൂതകാല സംഭവങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തെ മുറിച്ചു മാറ്റുന്ന തന്ത്രമാണിത്. കഴിഞ്ഞ കാലത്ത് നാം എന്തായിരുന്നു എന്നത് സമ്പൂർണമായി മാറ്റപ്പെടുകയാണ് ഇവിടെ. നെഗറ്റീവായ രീതിയിൽ നമുക്ക് പ്രേരണ നൽകുന്ന ആൾക്കാരെയും ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും വികാരങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും ഡിസ്അസോസിയേറ്റ് ചെയ്യണം അഥവാ മാറ്റിവെക്കണം. മനസ്സ് പ്രോഗ്രാം ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ നേട്ടമുണ്ടാക്കുക എന്നതാണ്. വിജയത്തിന്റെ ഉന്നതിയിൽ എത്തിച്ചേരുന്നതിന് നമ്മെ സഹായിക്കുന്ന നിരവധി സ്റ്റെപ്പുകളുണ്ട്. അടുത്ത വീഡിയോകളിൽ അത്തരം സ്റ്റെപ്പുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.